ലൈവിൽ ജാസ്മിൻ തകർക്കുന്നത് തുടരുകയാണ്. അതായത് ജാസ്മിൻ കിച്ചൺ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തി എന്നത് പകൽ പോലെ സത്യമാണ് എന്ന് പറഞ്ഞ് ഒന്നും ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ശരിയാണ്, കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ അവിടെ പോകുന്നുണ്ടായിരുന്നു, ഇന്നലെ രാത്രിയിൽ കുറച്ച് സമയം പാത്രം കഴുകുന്നുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ജാസ്മിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലല്ലോ കിച്ചൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്, അതിൽ നമ്മൾ ചെയ്യേണ്ട ജോലിയുടെ ഒരു 20% ചെയ്തിട്ട് ഞാൻ അത്രയും ചെയ്തില്ല എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. 80% ജോലി അവിടെ ചെയ്യാതെ ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടൊക്കെയാണ്. അപ്പോൾ എന്താണ് ജാസ്മിൻ ചെയ്തതെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ സമയവും ഇന്നലെ ലൈവ് കണ്ട നമുക്കറിയാം, ഗബ്രിയുടെ കൂടെ കട്ടിലിൽ കിടക്കുകയായിരുന്നു, അവിടെ ഇരുന്നിട്ട് സംസാരിക്കുകയായിരുന്നു, ഗബ്രിയുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് ഗബ്രി അടുത്തിരിക്കുകയായിരുന്നു. അതുപോലെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഗബ്രിയുടെ പുറകെ നടക്കുകയായിരുന്നു. വാഷ്റൂം ഏരിയയിൽ പോകുന്നു, പുറത്ത് ഗാർഡൻ ഏരിയയിൽ പോയിരിക്കുന്നു, ഗബ്രിയുടെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. പലതവണ ക്യാപ്റ്റൻ വന്ന് വിളിച്ചിട്ട് പോലും പോകുന്നില്ല. അങ്ങനെ ജാസ്മിൻ ഉഴപ്പി നടന്നു. ശരിക്കും അൻസിബയ്ക്ക് എന്താണോ ഉള്ള റെസ്പോൺസിബിലിറ്റി, അതേ റെസ്പോൺസിബിലിറ്റി ജാസ്മിനും ഉണ്ട്. ജാസ്മിൻ പറയാണ് എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന്. അത് ആർക്കും പറഞ്ഞ് കൈ കഴുകാം. ഇതൊക്കെ പഠിച്ചിട്ട് വേണം അങ്ങോട്ട് കയറി പോവാൻ. ഇതൊരു സർവൈവ് ചെയ്യുന്ന ഗെയിം ഷോ ആണ്. അവിടെ കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ചുമ്മാ ഇരിക്കേണ്ടി വരും, പച്ചയ്ക്ക് വാരി തിന്നേണ്ടി വരും പച്ചക്കറിയൊക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിജീവനം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ കുക്കിംഗ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അറിയാവുന്നവർ ചെയ്യുമ്പോൾ നിന്ന് പഠിച്ചിട്ട് അങ്ങോട്ട് ചെയ്യണം. അല്ലാതെ അറിയില്ല എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ബാത്റൂം കഴുകാൻ അറിയില്ല, എനിക്ക് കുക്കിംഗ് അറിയില്ല, എനിക്ക് മറ്റേ അലക്കാൻ അറിയില്ല, എനിക്ക് ഉള്ളി തൊലിക്കാൻ അറിയില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ അത് പഠിക്കണം. അറിയാത്ത കാര്യങ്ങൾ ഇതുപോലെ ബിഗ് ബോസ് വന്ന പലരും പല സീസണുകളിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് നേരെ പോയിട്ട് എന്ത് ചെയ്യണം? ഗബ്രിയുടെ അടുത്ത് പോയി സൊല്ലിക്കൊണ്ടിരിക്കാതെ നേരെ അൻസിബയുടെ അടുത്ത് പോയി എന്നിട്ട് അൻസിബെ എനിക്ക് ദോശയൊന്നും ഉണ്ടാക്കാൻ പഠിപ്പിക്കുമോ, ഒന്ന് ചുടാൻ പഠിപ്പിക്കുമോ, എനിക്ക് ചായ ഉണ്ടാക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കുമോ, എനിക്ക് കറി വെക്കാൻ എന്നൊന്ന് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ച് കൂടെ നിന്ന് പഠിക്കണം. 10-23 വയസ്സായില്ലേ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ അറിയാമല്ലോ, അവിടെ കിച്ചൺ ടീം എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടാവും. അവിടെ കുക്ക് ചെയ്യേണ്ടി വരും. ബോസേട്ടൻ എന്തായാലും അവിടെ ചക്കയൊന്നും പുഴുങ്ങി തരില്ല എന്നറിയാമല്ലോ. അപ്പം നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ബേസിക് ആയിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് ഉമ്മയുടെ അടുത്തുനിന്ന് ചോദിച്ചിട്ടൊക്കെ പോകണം പഠിച്ചിട്ട്. ഇനി അതും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിനകത്ത് കയറിയ ഒരുപാട് കുക്കിംഗ് വീഡിയോകൾ കിട്ടും, അത് കണ്ടും പാച്ചാം കേട്ടാ. അതൊക്കെ പഠിച്ചിട്ട് വേണം അകത്തോട്ട് പോകാൻ. ഇനി അവിടെ ചെന്നിട്ടും നമുക്ക് അറിയില്ല, പോട്ടെ, അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? കൂടെ ഒരു ഹെൽപ്പറായിട്ട് നിൽക്കണം. അല്ലാതെ നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് തുരുതാന്ന് പറഞ്ഞാൽ കുറച്ച് കട്ട് ചെയ്ത് വെച്ച് എൻ്റെ ജോലി കഴിഞ്ഞേ എന്നും പറഞ്ഞ് ഓടി അപ്പുറത്ത് പോയി ഗബ്രിയുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ 24 മണിക്കൂർ നിന്ന് പണി ചെയ്യുന്നവർക്ക് കുരുപൊട്ടും. അവരത് പറയും. അപ്പോൾ പിന്നെ നമുക്ക് കുരുപൊട്ടിയിട്ട് കാര്യമില്ല. എന്തായാലും അൻസിബ എന്താണോ ജാസ്മിന് കൊടുക്കേണ്ട മരുന്ന് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 കാതും പൊത്തി ഒരു ഇരിപ്പാണ്. അതാണ് ജാസ്മിനുള്ള മരുന്ന്. കാരണം ജാസ്മിൻ ഇങ്ങനെ തുരുതുരാ പറഞ്ഞുകൊണ്ടിരിക്കും. ഇഗ്നോർ ചെയ്ത് കളയുക, വായിട്ട് അലച്ച് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും. അത്രേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ വേറൊരാൾ പറയുന്നത് മര്യാദയ്ക്ക് നിന്ന് കേൾക്കാനോ ആ ഒരു മറുപടി മര്യാദയ്ക്ക് പറയാനോ ഒന്നും അറിയത്തില്ല. അൻസിബ കുറച്ചുകൂടെ ക്ലാസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ലേഡിയാണ്. വളരെ സ്റ്റാൻഡേർഡോട് കൂടിയാണ് അവർ പലപ്പോഴും ഡീൽ ചെയ്യുന്നത്. പറ്റില്ല, എനിക്ക് പറ്റിയതല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആ വഴിക്ക് പോകും. അതാണ് അവരുടെ ഒരു ക്യാരക്ടർ. അത് നല്ലതാണ്. പ്രത്യേകിച്ച് ജാസ്മിനെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് അതാണ് ഏറ്റവും നല്ലത്. ജാസ്മിന് പറ്റിയ എതിരാളി ഒരു തരത്തിൽ പറഞ്ഞാൽ നോറയാണ്. ഇപ്പോൾ അവർ തമ്മിൽ ലൈവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്ഡേറ്റ് തൊട്ട് ഞാൻ വഴിയെ വരാം. ബൈ.